ഒരുപാട് സന്തോഷം. കണ്ടവരൊക്കെ നല്ലതാണ് പറയുന്നത്, അതിൻ്റെ സന്തോഷമുണ്ട്. ഉറപ്പായിട്ടുമാണല്ലോ. നമ്മൾ എപ്പോഴും ഞങ്ങൾ പ്രൊമോഷൻ ടൈമിലും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, 22 മിനിറ്റ് ഒരു ടെലിവിഷനിൽ കാണിക്കുന്ന കണ്ടൻറ്റ് ഒരിക്കലും നമുക്ക് ഒരു സിനിമയാക്കാൻ പറ്റില്ല. സിനിമയാവുമ്പോൾ ഒരു തുടക്കം, എന്താ പറയുക, സിനിമയുടെ എല്ലാ ചേരുവകളും വേണം. അതെല്ലാം ചേർത്താണ് നമ്മൾ പഞ്ചായത്ത് ജെട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പ്രേക്ഷകരിപ്പോൾ മലമായും ടീമിനെന്ന് പറയുമ്പോൾ മലമായത്തിൻ്റെ വലിയൊരു പതിപ്പ് എന്നുള്ള രീതിയിൽ ചിലരെങ്കിലും വിചാരിക്കുന്നു. അപ്പോൾ അവർ ടി വിയിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയുക? അല്ല, അവരോട് പറയാനുള്ളത്, മറിമായം ടീമിൻ്റെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. കാര്യം നമുക്കതൊരു വലിയ ചലഞ്ചും കൂടിയായിരുന്നു. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മറിമായത്തിൻ്റെ പ്രേക്ഷകർ മറിമായം പ്രതീക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേണം താനും, എന്നാൽ മറിമായം ആകാനും പാടില്ല, സിനിമ തന്നെ ആവുകയും വേണം. അങ്ങനെ വളരെ ശ്രദ്ധിച്ചെടുത്തൊരു സിനിമയാണ്. ഒരിക്കലും OTTയിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ വരുമ്പോൾ കാണാം എന്ന് വിചാരിക്കരുത്. സോറി. കാര്യം നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ വലിയ കളക്ഷൻ ഇല്ലാതെ OTTയിൽ വരുമ്പോൾ ഗംഭീര സിനിമകൾ ആണ് എന്നുള്ള അഭിപ്രായം കേട്ടിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലേക്ക് ഞങ്ങളുടെ സിനിമയെ പെടുത്തരുത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ പറയുകയാണ്. കാര്യം തിയേറ്ററിൽ തന്നെ നിങ്ങളിത് വന്ന് കാണണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഏതോ അതെ അതെ, നമ്മൾ ഇപ്പം ഹ്യൂമറിന് വേണ്ടിയിട്ടൊരു സംഗതികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇംപ്രവൈസ് ചെയ്ത് സിറ്റുവേഷൻ കോമഡീസാണ് വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാ സംഗതികൾക്കും തന്നെ ചിരി വരുന്നുണ്ട് തിയേറ്ററിൽ. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചിരിക്കുന്നുണ്ടോ, പിന്നെ ഇമോഷണൽ സംഗതികളുണ്ട്, അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും. അതെ, ഉറപ്പായിട്ടും അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. കാര്യം മറിമായം ടീം എന്ന് പറയുമ്പോൾ ആൾക്കാർ അതും കൂടെ പ്രതീക്ഷിക്കും. ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല അവർ പ്രതീക്ഷിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനൊരു ഇത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. നടക്കുന്നതെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറേയൊക്കെ സലിമിക്ക ജനപ്രതിനിധിയായിരുന്നു. ആ സമയത്ത് ഉണ്ടായ കുറേ അനുഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും റിയലായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത് കണ്ടിറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും.